ഹായ് ഫ്രണ്ട്സ്, ഷാജാൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബീഫ് അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കെങ്ങനെയാണെന്ന് വീഡിയോയിൽ കൂടി കാണാം. വരൂ. മുളക് പൊടി 3 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മീറ്റ് മസാല 2 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അച്ചാറുണ്ടാക്കാനായി 1 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കാം. 3-4 പ്രാവശ്യം അത് കഴുകി അതിൻ്റെ രക്തമയമെല്ലാം മാറി കിട്ടണം. നല്ല ബീഫ് അച്ചാറാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കി വിവരങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. കഴുകിയെടുത്ത ബീഫിലോട്ട് പൊടിവർഗ്ഗങ്ങളെല്ലാം കൂടെ നമുക്ക് ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലവണ്ണം ഇളക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത ശേഷം നല്ലവണ്ണം ഇളക്കി അത് മിക്സ് ചെയ്യുക. നല്ലവണ്ണം മിക്സ് ആയ ശേഷം ഒരു അരമണിക്കൂർ നമ്മളത് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നു. അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ ഇറച്ചി ഒരു കുക്കറിലോട്ടിട്ട് ഒരു 3 വിഷിൽ അടിക്കുന്നിടം വരെ ആ കുക്കറിൽ ഇരുന്നൊന്ന് വേവണം. 3 വിഷിൽ മതി, അധികം വെന്ത് പോകരുത്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇറച്ചിയിലുള്ള ആ വെള്ളം കൊണ്ട് തന്നെ അത് വെന്ത് കൊള്ളും. ഇനിയും നമുക്ക് ബീഫൊന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു ഉരുളി അടുപ്പിൽ വെച്ചു. അതിന് ശേഷം നല്ലെണ്ണ, ഒരു 1/2 ലിറ്റർ നല്ലെണ്ണ ഉരുളിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. അത് നല്ലവണ്ണം ചൂടായ ശേഷം നമ്മൾ ചെറുതായി വേവിച്ച് വെച്ച ബീഫ് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാൻ പോവുകയാണ്. അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇറച്ചി വറുത്തെടുക്കണം. അത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഓവറായിട്ട് വറുത്ത് പോകാതെ സൂക്ഷിക്കണം. തീ കുറേശ്ശെ വെച്ച് കത്തിച്ചാൽ മതി. അത് കറുമുറാന്ന് ആയിപ്പോകരുത്, അത് ശ്രദ്ധിക്കണം. ബീഫ് അച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വളരെ രുചികരമായ ഒരു അച്ചാറാണ്. ഈ അച്ചാർ ഒരിക്കൽ കൂട്ടിയാൽ അവർ വീണ്ടും വീണ്ടും കൂട്ടുന്നതായിരിക്കും. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. പിള്ളേരൊന്നും കാണുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുപ്പി പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് ബീഫ് അച്ചാർ. ഇറച്ചി മീനുമൊക്കെ നിർബന്ധമുള്ളവർക്ക് എന്നും ഇത് അച്ചാറിൻ്റെ രൂപത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. എപ്പോഴും ഇറച്ചിയൊക്കെ മേടിക്കാൻ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മുടെ ബീഫ് ഏതാണ്ട് കോരാറൊക്കെ ആയി വരികയാണ്. ശകലം കൂടെ ആകാനുണ്ട്.
വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണേ, ലൈക്കും കമൻറ്റും ചെയ്യണേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ബീഫ് മൂത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ടൊരു അരമുക്കാൽ മണിക്കൂറിലും നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് കിട്ടാനായിട്ട്. ചെറുതീയിൽ വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ. ഓവർ തീയായാൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട്. കരിഞ്ഞു പോയാൽ അത് കഴിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ബീഫ് ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് കോരി മാറ്റാം. ഈ പരുവത്തിനാണ് നമ്മുടെ ബീഫ് വേണ്ടത്. പാകത്തിനുള്ള പരുവമായിട്ടുണ്ട്. ഏറ്റവും രുചികരമായ അച്ചാറുകളുടെ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നതാണ് ബീഫ് അച്ചാർ. ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ചിലവൊക്കെ ഉണ്ട്. ചിലവ് കൂടുതലല്ല, മറ്റുള്ള അച്ചാറിനെ കാട്ടിലും ചിലവ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഒന്നും ഇടാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരത്തില്ല. എങ്കിലും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബീഫ് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഒരു ഉരുളി നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. അതിനുശേഷം ബീഫ് വറുത്ത ബാക്കി എണ്ണ നമുക്ക് ആ ഉരുളിക്കകത്തോട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നല്ലെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ കുറവായതുകൊണ്ടാണ് കുറച്ച് നല്ലെണ്ണയും കൂടെ വീണ്ടും നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 2 സ്പൂൺ കടുക് ഇടാം. എണ്ണ ചൂടായ ശേഷം കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു 3 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. ആ കൊച്ചുള്ളി മൂത്ത ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ചുവന്നുള്ളി മൂത്തിരിക്കുകയാണ്. അത് മൂത്ത ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു 100 ഗ്രാം വെളുത്തുള്ളിയാണ് ഇവിടെ അരിഞ്ഞു വച്ചിരിക്കുന്നത്. നടുകെ കീറി വച്ചിരിക്കുകയാണ്. ആ വെളുത്തുള്ളി നമുക്ക് ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന
പച്ചമുളക് ഒരു 6 പച്ചമുളകാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് അതും ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് ഒന്ന് വാടിയ ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 100 ഗ്രാം ഇഞ്ചി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം കൂടി ആ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂക്കണം. ഓവർ മൂത്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തീ കുറച്ച് വെച്ച് ചെയ്യാവൂ. അതിനുശേഷം ഒരു ചെറിയ ടീസ്പൂൺ ഉലുവ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇറച്ചിക്ക് നല്ല ദൃഢത കിട്ടാനും രുചിക്കും വേണ്ടിയിട്ടാണ് ആ ഉലുവ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പൊടിക്കേണ്ട, മുഴുവനായുള്ളത് മതി. അത് ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയെല്ലാം മൂത്ത് വന്നിരിക്കുകയാണ്. അതിനുശേഷം കറിവേപ്പില ഒരു 5 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ആ കറിവേപ്പിലയും കൂടി മൂത്ത ശേഷം നമ്മൾ തീ വളരെ കുറച്ചു. അതിനുശേഷം മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, അച്ചാർ പൊടി 3 സ്പൂൺ, കുരുമുളക് പൊടി 1.5 സ്പൂൺ, മീറ്റ് മസാല 3 സ്പൂൺ, കാശ്മീരി മുളക് പൊടി 4 സ്പൂൺ എന്നിവ ചേർത്ത് ചെറുതായിട്ട് ഇളക്കിയ ശേഷം 150 മില്ലി വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നു അതിലോട്ട്. എന്നിട്ട് നല്ലവണ്ണം അത് ഇളക്കി യോജിപ്പിക്കുന്നു. അധികം വെള്ളമായി പോകരുത്. വിനാഗിരി വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. കായപ്പൊടി ഒരു 2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി അതിൻ്റെ അകത്തോട്ടിട്ട് മിക്സ് ചെയ്യുന്നു. അത് നല്ലവണ്ണം എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം 1 സ്പൂൺ ഉപ്പും കൂടി അതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യുന്നു. ഉപ്പ് ആവശ്യത്തിന് മതി. 1 സ്പൂൺ എന്നുള്ള കണക്കൊന്നുമില്ല. ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇറച്ചി ഫ്രൈ ചെയ്തപ്പോൾ ആവശ്യമായ ഉപ്പ് അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഉപ്പ് രണ്ടും കൂടെ പോരാതുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ശകലം കൂടെ ചേർക്കാം. കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ബീഫ് ആ മസാലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം അത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുന്നു. നമ്മുടെ ബീഫ് അച്ചാറിൻ്റെ പണി ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി നല്ലവണ്ണം ഇളക്കിയാൽ മാത്രം മതി. തീ ഇനിയും വേണ്ട. തീ നമുക്ക് ഓഫ് ചെയ്യാം.
ഇത്രയും ചാറ് മതി. അത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ അത് കുറുകുന്നതായിരിക്കും. ബീഫിൻ്റെ അച്ചാറിന് ഓവർ ചാറായി പോയാൽ അത് നല്ലതല്ല. ഇതാണ് അതിൻ്റെ പരുവം. എല്ലാവരും ബീഫ് അച്ചാറുണ്ടാക്കി നോക്കണേ. വീഡിയോ ഷെയർ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി ഞങ്ങളെ അറിയിക്കണേ. നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പെല്ലാം കറക്റ്റായിരിക്കുന്നു. ഇനി അടുപ്പിലെ ചൂട് കൊണ്ട് തന്നെ അത് ഒന്നുകൂടെ ഒന്ന് പറ്റി വരുന്നതാണ്. അങ്ങനെ സ്വാദിഷ്ടവും രുചികരവുമായ ബീഫ് അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വീഡിയോ കണ്ടതിന് ഏവർക്കും ഒരു ബിഗ് താങ്ക്സ് അറിയിക്കുന്നു.